ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ദിസ് ഈസ് സുരേഷ് വിത്ത് യു. ഇന്ന് നമ്മുടെ ട്രാവൽ സെഗ്മെൻറ്റിൽ നമ്മൾ കാണിക്കുന്നത് കണ്ണൂരിലെ പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രവും അതുപോലെ തന്നെ ഒരു വിനോദസഞ്ചാര കേന്ദ്രവുമായ പറശ്ശിനിക്കടവിൻ്റെ കാഴ്ചകളാണ്. പറശ്ശിനിക്കടവ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഉദ്ദേശം 16 കിലോമീറ്റർ വടക്ക് മാറി തളിപ്പറമ്പ് താലൂക്കിൽ ആന്തൂർ നഗരസഭയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് നമ്മുടെ മനോഹരമായ വളപട്ടണം പുഴയുടെ തീരത്താണ്. ഈ കാണുന്ന പാലം പറശ്ശിനിക്കടവും അതുപോലെ പുഴയുടെ അക്കരെയായ മയ്യിൽ, കമ്പിൽ, കാട്ടാമ്പള്ളി എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ്. പാലത്തിൻ്റെ മുകളിൽ നിന്നും പറശ്ശിനിക്കടവും അതിന് ചുറ്റുവട്ടമുള്ള പ്രദേശത്തിൻ്റെ അതിമനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക. കൂടാതെ ഇവിടെ കേരള സർക്കാരിൻ്റെ ടൂറിസം വകുപ്പിൻ്റെ വകയായിട്ടുള്ള ബോട്ട് സഞ്ചാരമൊക്കെ ഉണ്ട്. ഇത് പറശ്ശിനിക്കടവിൽ നമുക്ക് കാല് കഴുകി അമ്പലത്തിൽ കയറാനുള്ള ഒരു പുഴയിൽ ഒരു ഫെൻസിങ്ങോട് കൂടി ചേർന്നിട്ടുള്ള ഒരു സംവിധാനമാണ്. അവിടെ കാല് കഴുകിയിട്ട് വേണം നമുക്ക് അമ്പലത്തിലേക്ക് കയറാൻ. മനോഹരമായ കാഴ്ചയാണ്. ദൂരെ കാണുന്നത് ഇവിടെയുള്ള ബോട്ട്, പലതരത്തിലുള്ള വലുതും ചെറുതുമായ ബോട്ട്, ഉല്ലാസ ബോട്ടുകൾ ഇവിടെയുണ്ട്. ഇപ്പോൾ സിന്ധുവും കൃഷ്ണയും കാല് കഴുകി അമ്പലത്തിൽ കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിൻ്റെ പിന്നിൽ വലിയൊരു ഹൗസ് ബോട്ട് പോലെയുള്ള ഉല്ലാസ ബോട്ട് അങ്ങനെ വരുന്നുണ്ട്. പറശ്ശിനിക്കടവിൽ എത്തിപ്പെടാൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കാറിലോ ബസ്സിലോ വരാം. അതുപോലെ കണ്ണൂർ എയർപോർട്ടിൽ ഇറങ്ങിയിട്ടും നമ്മുടെ ഞാൻ നേരത്തെ കാണിച്ച പാലം വഴി, കമ്പിൽ വഴി അടുത്ത് ഒരു വഴിയുണ്ട് വരാൻ, അധികം ദൂരമില്ലാത്ത. കണ്ണൂർ നഗരത്തിലൂടെയും വരാം. അതില്ലാതെ ഒരു കുറുക്ക് വഴി പോലെ ആ പാലത്തിലൂടെയും വരാം. ഈ വളപട്ടണം പുഴ ശാന്തമായി പരന്നൊഴുകുന്ന വളപട്ടണം പുഴയാണ്. ഇത് കുറച്ചുകൂടി നീങ്ങി വളപട്ടണം കഴിഞ്ഞതിന് ശേഷം ഒരു അഴിമുഖമാണ്. അത് അറബിക്കടലിൽ വന്ന് ചേരുന്ന ആ ശാന്തമായ പരപ്പാണിത്. ഇത് അമ്പലത്തിൻ്റെ, പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്നുള്ള കാഴ്ചയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും കണ്ണൂരിൽ വന്നാൽ കാണാവുന്ന പല നല്ല സ്ഥലങ്ങളിൽ ഒരു പ്രധാന സ്ഥലം പറശ്ശിനിക്കടവ് തന്നെയാണ്. ബോട്ടിൻ്റെ ടിക്കറ്റ് കൗണ്ടറാണ് ഇത്, ബോട്ട് യാത്രയുള്ളത്. അപ്പോൾ ഇന്ന് ബോട്ട് കയറേണ്ട പരിപാടിയിലാണ് സിന്ധുവും മോള് കൃഷ്ണയും. ഇതങ്ങനെ പാലത്തിൻ്റെ ദൂരെയുള്ള കാഴ്ചയാണ്. ഇവിടെ നിന്നും നമ്മുടെ ടിക്കറ്റ് എടുത്തിട്ട് പോകുന്ന ബോട്ട് ഗതാഗത സൗകര്യവും ഉണ്ട്. ഉല്ലാസ ബോട്ടല്ലാതെ സർവീസ് ബോട്ടുകളുമുണ്ട് ഇവിടുന്ന്. ഇതാണ് പാലം. മയിൽ അക്കരയും ഇക്കരയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ്. അക്കരെ വഴി കണ്ണൂർ എയർപോർട്ടിലെത്താനും എളുപ്പമാണ്. ഇവിടെ എല്ലാ സാധാരണ അമ്പലനടകളിലുള്ള പോലെ എല്ലാവിധ കാഴ്ചകളും ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള സംവിധാനമുണ്ട്. പിന്നെ വഴിവാണിഭങ്ങളുണ്ട്. കൂടാതെ അമ്പലനടകളിലുണ്ടാകുന്നത് പോലെയുള്ള പോപ്കോൺ, പൊരി, അതുകൂടാതെ ചാന്ത് പൊട്ടുകൾ, മറ്റ് എല്ലാവിധ
കച്ചവട സാധനങ്ങൾ ഇവിടെയുണ്ട്. ഇതാണ് ബോട്ടിൻ്റെ കേരള സർക്കാരിൻ്റെ ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ വന്നിട്ടാണ് ബോട്ടിൽ ടിക്കറ്റ് എടുത്തതിന് ശേഷം ഇതാണ് ബോട്ട് ജെട്ടി. ഇവിടെ നിന്നാണ് നമ്മൾ ഉല്ലാസ ബോട്ടിലേക്ക് കയറുന്നത്. ഇതാണ് പറശ്ശിനിക്കടവ് അമ്പലത്തിൻ്റെ ഒരു മുന്നിലുള്ള കാഴ്ച. ഇത് പുഴയോട് ചേർന്നിട്ടുള്ള ഭാഗമാണ്, നടയാണ്. ഇവിടെ കാല് കഴുകിയതിന് ശേഷമാണ് അമ്പലത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും മറക്കാതെ വന്ന് ദർശിക്കേണ്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ്, ഉല്ലാസ കേന്ദ്രമാണ്. വരിക. അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി.